ഉസ്താദന്മാരും ചെയ്യലുണ്ടാവില്ല. അങ്ങനത്തെ കാക്കാരാണ് മൂല്യന്മാരാണ് വെച്ചിട്ട് ഓരോരുത്തർ വേറുള്ളതും ഉണ്ടാവുമല്ലോ. മൂല്യന്മാരതാ കൂടുതലേ ഉണ്ടാവാതിരിക്കൂല. എന്താ വാത്സവമാണ്, ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. അതാണ് ഞാൻ പറയേണ്ടത്. മൂല്യന്മാരടുത്ത് പോയിട്ട് ഇന്ത്യയിൽ ഉണ്ടായ സംഭവമാണ് ഞാൻ എന്നോട് പറയേണ്ടത്. എന്നോട് മാത്രം എന്താ പറയുന്നത് മാത്രം. നല്ല കാര്യപ്പെട്ട ഉസ്താദാണ്. എനിക്ക് പോയപ്പോഴല്ലേ ഇപ്പൊ വിവരം അറിയണ്ട്. പാണ്ഡനങ്ങനെ പോവാൻ തോന്നുക. ഉസ്താദിനെ കണ്ടാ നെറ്റത്ത് മൈൻ കാര്യം നല്ല ഉസ്താദാണ്. സാധനം ഏത്തങ്ങാനുണ്ട് അറിയോ. അത് എന്റെ കാലുവേദനക്ക് പോയി പറഞ്ഞേ, കാലിങ്ങനെ തൊട്ട് ഇഞ്ഞന്ന് 2 കുറി കൊപ്പത്തുണ്ട് ഒരു പെണ്ണ്, അതിനെ കൊണ്ട് ഉജ്ജിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവസാനം എന്നോട് പറഞ്ഞ് ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അത് ചെയ്തു തന്നുങ്ങാണ്ട് എന്നോട് അറിയാം. അപ്പൊ 2ാമത്തെ കുറി കാല് ഇഞ്ഞന്ന് അതാ റൂമിൽ വായിട്ട് കുത്തിട്ട് പണിയാൻ പറ്റി. അപ്പൊ പറയണേ, ഞാൻ ഇങ്ങനെ ഒരു ശരീരം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ശരീരം കണ്ടിട്ടേ അടുത്ത് എന്നോട് സോറിയൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ ചോദിച്ച് ഇഷ്ടമില്ലായി ഉണ്ടാവും. പക്ഷെ എനിക്കത് കാലിങ്ങനെ ഒഴിഞ്ഞ് അവിടെ എത്തിയപ്പോ എനിക്ക് വല്ലാത്തൊരു പൂതി. അപ്പൊ ഞാൻ അവിടെ തൊട്ട് നോക്കുമ്പോ അവിടെ നന്യം ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ അവിടെ ഇട്ടതാണ്. എന്റെ ദേഷ്യം എന്താന്നൊക്കെ ചോദിച്ചിന്നോട്. ഞാൻ പറഞ്ഞ ദേഷ്യമൊന്നുമില്ല, സാരമില്ല. നമ്മളെ കൂടെ അങ്ങനെ പൂതിച്ചിരിക്കില്ല. കയ്യൊക്കെ കൊടുത്തു പോന്ന്. ഞാൻ അടുത്ത വെള്ളിയാഴ്ച തന്നെ വന്നിരിക്കണം. പോകാൻ പടിയാ നോക്കും. അതിനെ കണ്ടിട്ട് എന്നോട് പറയാം, നെറ്റൊക്കെ നല്ല നിസ്കാരമുള്ള നല്ല കാര്യപ്പെട്ട ഉസ്താദാണ് പറഞ്ഞിട്ട് ചെയ്യുന്നത്. എല്ലാ പ്രവൃത്തി ഉണ്ട്. അപ്പൊ മനസ്സിലാക്കാനായി. എന്നാ ഞാൻ വെക്കട്ടെ. ഫോണ് വരണ്ടീര് കൊറേ നേരമായിക്കണടാ. വിജയ് നാളെ വിളിക്കോണ്ടി നേരത്തെ. അല്ല, നാളെ നേരത്തെ എവിടെ ഉണ്ടാവും. ഞാൻ മറ്റന്നാള് വെള്ളിയാഴ്ച പോകുള്ളൂ. നാളെ ഇവിടെ ഉണ്ടാവും. എന്നാ വെക്കട്ടെ. വെള്ളിയാഴ്ച ഞാനതല്ല ഉസ്താദിന്റെ അടുത്ത് പോണെന്ന്. ഞാൻ ആ കാര്യത്തിന് പോയതാണ്. ഞാൻ പറഞ്ഞില്ല മുത്തച്ഛന്റെ അടുത്ത് കല്യാണം ഉണ്ടായിരിക്കും, പോകാൻ പറ്റിയിരിക്കാന്നൊക്കെ. അതിന് പോയതാണ്. അപ്പൊ അവിടുന്ന് ആ കല്യാണം കഴിഞ്ഞ ദിവസം എന്നോട് അറിയ ഒരു കാല് എനിക്ക് നടക്കാൻ വയ്യാത്ത വേദന, ഇരട്ട കാല്. അപ്പൊ ചെന്നതാണ്. അപ്പൊ ചെന്നപ്പോ പറഞ്ഞ് ഞാൻ 500 ഉറുപ്പിക കൊടുക്കേണ്ടി വരും. ഞാൻ കൊപ്പത്തൊരു പെണ്ണുണ്ട്, ഞാൻ അവിടേക്ക് എത്തി തരാം, അവിടെ പോയാൽ മതി. എന്നെ കൊണ്ട് നിങ്ങൾ തൊഴിച്ചിനേക്കാൾ നല്ലത് അതാ നല്ലത് തന്നെ. പിന്നെ ഒരുവിധം നിങ്ങളെ ഈ പ്രായത്തിനനുസരിച്ച് ഞാനൊരാണും അല്ലേ, നിങ്ങൾ തൊടൂല. ഞാൻ ഉയ്യണങ്ങ് ഉയ്യും തരാറിനെ. അപ്പൊ ഞാൻ പറഞ്ഞേ കുരുക്കന്മാരില്ല ഉയ്യണ, അതേമാതിരി നിങ്ങളാണ്ട് ഉയ്ഞ്ഞ വന്നാളി, മുട്ടിന്റെ താഴല്ലേ. അപ്പൊ അത് മുട്ടിന്റെ താഴെ ഉയ്ഞ്ഞ് മേപ്പിട്ട് ഉയ്ഞ്ഞ് വെക്കുമ്പോ പിന്നെ സാധനം ഇരുന്നുള്ളു കറങ്ങിയിട്ട്. അത്രേ ഉള്ളു. എന്തെങ്കിലും കടിച്ച് അതിന്റെ അടുത്ത് ചുണ്ടി ഇമ്പി നാറ്റിയൊക്കെ ചെയ്ത് മുതലെടുത്തിട്ടില്ല. മുതലെടുക്കാൻ ഞാൻ സാരിയാണ് ചുറ്റിന്. അപ്പൊ പിന്നെ സാരിയൊക്കെ കഴിയൂല കുപ്പായൊക്കെ പൊന്തിക്കുമ്പോ. ഞാൻ വെക്കാം. സോഫ ഉണ്ട് മുഖത്ത്. വേറെ കൊലായിലെ ആളുണ്ട്. ഇന്നൊപ്പം ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഓള് കൊലായ്മ. അവളോട് ഞാൻ പറഞ്ഞു, മൊരേല് പറഞ്ഞു കാല് ഉയ്യാനാണ്, കാലിന് തൈലം തേക്കാനാണ്, വായിലെടുക്കണ്ടിട്ടാറിന് വായിലടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ പെണ്ണുങ്ങളെ പെരയിൽ അതിന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്, നിങ്ങളെ പെണ്ണുങ്ങൾ വരുന്നാണ് പറഞ്ഞു. ഞാൻ വിളിക്കാതെ ഓള് വരൂലെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അന്ന് വിരുന്നേരും വന്നിക്കണം. അപ്പൊ ഞാൻ വിളിക്കാതെ വരൂലെന്ന് പറഞ്ഞ് അതന്നെ പരിപാടിയും ചെയ്ത്. എന്നാ ഓക്കെ, ഞാൻ വെക്കട്ടെട്ടാ. ഫോൺ വരണ്ടടാ. ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോൺ ഞാൻ പറ്റില്ലട്ടോ. നല്ല കുട്ടിയല്ല, ഞാൻ പറഞ്ഞിട്ട് കേക്കാ. ഞാൻ എന്റെ ഫോണ് കൊടുക്കൂല. കുട്ടിയല്ല, മുത്തല്ല. ഞാൻ തരണ്ട് കൊണ്ടിരിക്കുന്ന കാരണമാണ്. മുത്തല്ല, ഒന്ന് വെക്ക. പിന്നെ എനിക്ക് കൊണ്ടിരിക്കുന്ന കാരണമാണ്. ആയിക്കോട്ടെ. കട്ട വരെ ഞാൻ കേട്ടു. പഠിത്താരും കേട്ടില്ലേ? ഓക്കെ, ഞാൻ വെക്കാ. 4 മണി ആയിക്കണടാ. മൂപ്പരാൾ വിളിക്കുന്നുണ്ടാവും. അത് വിളിച്ചിക്കണേ. പക്ഷെ 4 മണിക്ക് അത് കെടുക്കണ നേരത്തെ ഒരു മിസ് കോൾ അടിക്കും. എങ്ങനെ വിളിച്ചാലും മിസ് കോൾ അടിക്കും. അപ്പൊ കിട്ടിയില്ലെങ്കിൽ ചൂടായിട്ടുണ്ടാവും. എന്തുണ്ടാവില്ല ജി എപ്പൊ തൂങ്ങിയതാടി ഫോണുമ്പോ വെച്ചു. പെരും ചൂടാവും.
ശരി എന്നാല് നേരം നോക്കണ്ട. ആ ആയിക്കോട്ടെ. നിങ്ങളുടെ മിസ് കോൾ അടിച്ചാ ആ എപ്പളേ ചടിച്ചു. അപ്പൊ ഇനി വിളിക്കാൻ എനിക്ക് കായ് ഉണ്ടാവാ? ഇതല്ല കുഴപ്പമാക്കണ്ടെന്ന്. എന്നാ ഞാൻ 5 മണിക്ക് വിളിക്കാം. ആയിക്കോട്ടെ. ഓക്കെ.